ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിൾ തുറക്കാം. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. അടുത്ത ഭാഗം മുതൽ വായിക്കണം. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി ഞാൻ അവർക്ക് സന്തോഷം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇരമ്യ പ്രവാചകൻ പ്രവചിച്ച കാലഘട്ടം, ദൈവത്തിന് സ്തോത്രം, ദൈവജനത്തിന് വരാൻ പോകുന്ന പ്രതിസന്ധിയെ അല്ലെങ്കിൽ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് ദുഃഖം മാറി സന്തോഷം വരാൻ പോവാന്ന് പ്രവാചകൻ പ്രവചിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ വാക്യത്തെ ഒന്ന് അടർത്തിയെടുത്ത് അല്പനേരം നമ്മൾ ധ്യാനിക്കാൻ പോവാം. പല തരത്തിലുള്ള ദുഃഖങ്ങൾ സഹിക്കുന്നവർ ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അതിഭയങ്കര ദുഃഖം ഉള്ളവരുണ്ട്. ഈ ഹൃദയ സന്തോഷമുള്ളവരുടെ മുഖത്തുണ്ടാകുന്ന ചിരിയും ദുഃഖിച്ചിരിക്കുന്നവർ ചിരിക്കണമെന്ന് കരുതി ചിരിക്കുന്ന ചിരിയും രണ്ട് ചിരിയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുക. നിങ്ങൾക്ക് ദുഃഖകരമായ ഒരനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ ബൈബിളിൽ കൂടെ ഉറപ്പ് തരാം, ആ ദുഃഖത്തെ സന്തോഷമാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ ദുഃഖത്തെ രണ്ട് തരത്തിൽ തിരിച്ചാൽ ചിലരുടെ ജീവിതത്തിൽ എല്ലാവരും അറിയുന്ന ദുഃഖമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം യൗവനക്കാരിയായ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, എല്ലാവരും അറിഞ്ഞ ദുഃഖം. വിവാഹിതരായി അല്പകാലം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞ് മരിച്ചുപോയി. അല്ലെങ്കിൽ വീട് ജപ്തിയായി, അല്ലെങ്കിൽ ചെയ്ത ബിസിനസ് പൊട്ടിപ്പോയി. അങ്ങനെ എല്ലാവരും അറിയുന്ന ധാരാളം ദുഃഖങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ട്. എന്നാൽ വേറൊരു ദുഃഖം ഞാൻ പറയാം, ആരോടും തുറന്ന് പറയാൻ പറ്റാത്ത ദുഃഖം. ആ ദുഃഖമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഉരുക്കി കൊന്നുകളയും. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് തൊടാൻ പോകുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും തുറന്നു പറയാൻ കഴിയാതെ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ദുഃഖം സന്തോഷമാകാൻ പോകുന്ന ഇന്നത്തെ ദൂത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതൊരു പക്ഷേ വീടിൻ്റെ അന്തരീക്ഷമായിരിക്കാം, വ്യക്തിപരമായ ലൈഫാകാം. അങ്ങനെ ദുഃഖിക്കുന്ന സകല വിഷയത്തിനും എൻ്റെ ദൈവം സന്തോഷകരമായ ഒരു മറുപടി തരാൻ പോവുക. ഞാൻ ഒരിക്കൽ ഈ അടുത്ത സമയത്ത് തിരുവല്ല മീറ്റിങ്ങിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ ഒരു ബ്രദർ വന്നു. ബ്രദർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകാനാ ചില കാര്യങ്ങൾ പറയുന്നത്. 51 വയസ്സുണ്ട് പുള്ളിക്ക്. പുള്ളി എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പം ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം എന്നോട് അടുത്ത ഭാഗ, എൻ്റെ കുറവെല്ലാം ദൈവം ക്ഷമിച്ചോ? ഞാൻ പറഞ്ഞു, അതങ്ങനെ പ്രാർത്ഥിച്ചറിയാൻ പറ്റത്തില്ല. ഭാവി വെളിപ്പെടുത്തുന്ന ദൈവത്തിന് ഈ കുറവ് ക്ഷമിച്ചോ? ഞാൻ പറഞ്ഞു, ബ്രദറിന്റെ പ്രോബ്ലം പറ. അപ്പൊ പുള്ളി പറയുക, 20 വർഷം പിറകിൽ പുള്ളി ഒരു പാപം ചെയ്തു. 20 വർഷം മുമ്പ് പുള്ളിക്കൊരു തെറ്റ് പറ്റി. 20 വർഷമായിട്ട് ആ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് നടക്കുക. തനിക്ക് എന്തു വന്നാലും തൻ്റെ മനസ്സ് പോകുന്നത് ഈ തെറ്റ് നിമിത്തമാ എനിക്കിത് വന്നത്. നിങ്ങളെ ഇന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. 20 വർഷം ഒരു ദിവസത്തിൻ്റെ 1 മണിക്കൂറോ 2 മണിക്കൂറോ വന്ന തെറ്റ്
20 വർഷം കരഞ്ഞിട്ടും പരിഹാരമില്ലാതെ ആ മനുഷ്യൻ ദുഃഖിച്ച് നടക്കുക. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ശരിക്കും പിശാച് നിന്നെ ഈ ദുഃഖത്തിന്റെ പേര് പറഞ്ഞ് ബന്ധിച്ചിരിക്കുക. നിന്റെ ലൈഫിൽ ഒരു വീഴ്ച വന്നാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന നിമിഷം തന്നെ ആ വിഷയത്തിന് പാപക്ഷമ കിട്ടും. സ്തോത്രം. അതാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ആഴ്ച ചെയ്തേറ്റു പറയണമെന്നല്ല. സ്തോത്രം. ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്. 20 വർഷമായി താൻ പറയുക, ഭാര്യയോട് പറയാൻ പറ്റുമോ? പിള്ളേരോട് പറയാൻ പറ്റുമോ? അവർ നോക്കുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ അപ്പം കരയുക. ഞങ്ങളുടെ വീട് മനോഹരമായ വീടാ, എനിക്ക് നല്ല ജോലിയാ, ഒരു മാസം 80,000 1 ലക്ഷം ശമ്പളമുള്ള ജോലിയാ, എൻ്റെ ഭാര്യയ്ക്ക് നല്ല ജോലിയാ, എൻ്റെ പിള്ളേർക്ക് നല്ല ജോലിയാ. അവർ ചോദിക്കുന്നേ ഇങ്ങനെ കരയാൻ മാത്രം. പുള്ളി പറഞ്ഞു, ഞാനൊരു കള്ള അവരോട് പറഞ്ഞു, യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാന്നല്ല. ഞാൻ എന്തിനാ ഇതൊക്കെ തുറന്നു പറയുന്നേ? ദുഃഖം ഉള്ളിൽ വെച്ചോണ്ട് നടക്കരുത്. ജീസസ് ഇനി ദുഃഖമുള്ള ഒരാൾക്ക് എങ്ങനെ വിടുതൽ പ്രാപിക്കാമെന്നാണ് പറയാൻ പോകുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, 20 വർഷത്തിന് ശേഷം സമാധാനത്തോടെ ഉറങ്ങാൻ പോവുക. ചിലർക്ക് എത്ര തെറ്റ് ചെയ്താലും ഒരു കുറ്റബോധവും ഇല്ലാത്തവരുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതാ മനുഷ്യൻ്റെ ആ ഇന്നസെൻ്റായ ഹൃദയമാണ് ഞാൻ പറയും. 1 മാസം കഴിഞ്ഞ് ഈ മനുഷ്യനെ കാണാൻ വന്ന എന്നോട് പറഞ്ഞു, 20 വർഷത്തിന് ശേഷം 1 മാസം ദൈവസന്നിധിയിൽ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ ചെയ്തു. അവിടെ 20 വർഷം ഒരു ദുഃഖത്തിൻ്റെ പേര് പറഞ്ഞ് സാത്താൻ അവൻ്റെ ഉള്ളിനെ ബന്ധിച്ചിട്ടിരിക്കുക. വന്ന നഷ്ടം, വന്ന പരാജയം, വന്ന തകർച്ച. ഞാനിപ്പോഴും ഓർക്കാം, ഒരിക്കൽ വേറൊരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു. ആ മനുഷ്യനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം വർഷങ്ങളായി വെളിരാജ്യത്ത് ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഹസ്ബൻഡും വെളിയിലാണ്, വൈഫും വെളിയിലാണ്. അവർ രണ്ടുപേരും ജോലി ചെയ്തു. നാട്ടിൽ ഇഷ്ടം പോലെ പൈസയായിട്ട് ഇനി സമ്പാദിക്കണ്ട എന്ന് പറയുന്നൊരു അന്തരീക്ഷം ഉണ്ടല്ലോ, അതുപോലെ സമ്പത്തുണ്ടാക്കി വീട്ടിൽ വന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ നെറ്റിലൊക്കെ കയറി നോക്കിയപ്പോൾ ഇങ്ങനെ ട്രേഡിങ്ങിലൂടെ പുള്ളിക്ക് ഈ പൈസ ചിലവാക്കുന്നവർക്ക് എപ്പോഴും ഇച്ചിരി പൈസ ഉണ്ടാക്കണമെന്നാണ്. മടിയന്മാരന്നേ സ്വതന്ത്രം കടന്നുറങ്ങും. പക്ഷേ പുള്ളിക്കാരൻ ഇച്ചിരി പൈസ ഉണ്ടാക്കണം എന്നുള്ള താല്പര്യമായതുകൊണ്ട് പുള്ളി ട്രേഡിങ്ങിനകത്ത് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ലാഭം ഉണ്ടായി, പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടായി. ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഭീമമായ നഷ്ടം. എന്തോ ഒരു ഭീമമായ നഷ്ടം വന്നപ്പോഴാണ് അറിയുന്നത് വർഷങ്ങളായി ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ പോയി. ഇനി ആകെ ഉള്ള സ്ഥലം 15 സെന്റ്, അത് ഭാര്യയുടെ പേരില്ല. കൂട്ടുകാരുടെ നിന്നും കുറച്ച് ആ നഷ്ടം തിരിച്ചു പിടിക്കാൻ എടുത്തു മുടക്കി. പക്ഷെ തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല. 3.5 വർഷമായിട്ട് ഈ ഭാര്യ പറയുക, ഭർത്താവിനോട് പറയുക, എൻ്റെ കഷ്ടകാലത്തിന് നിങ്ങളെ കെട്ടിയതാ. ഒരു ജന്മം ഞാൻ അധ്വാനിച്ച മുഴുവൻ നന്മയെ കൊണ്ട് കളഞ്ഞില്ലയോ? മുറിക്കകത്ത് കയറി കമ്പ്യൂട്ടറെ കുത്തിക്കൊണ്ടിരുന്ന് മൊത്തം കളഞ്ഞില്ലയോ എന്നെ പിള്ളേരെ? ഈ മനുഷ്യൻ ഈ 3.5 വർഷം ഇത് കേട്ട് 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 ദുഃഖിച്ചിരിക്കുക. ഡൈനിങ് ടേബിളിൽ ചെല്ലുമ്പോൾ ഇതാ പറയുന്നു, കിച്ചണിൽ ചെന്നാൽ ഇതാ പറയുന്നത്. അതുകൊണ്ട് പുള്ളി ടെറസേ പോയിരിക്കും, പത്രം വായിക്കുന്ന ടെറസേ പോയിരുന്ന. എൻ്റെ കാരണം താടി ഇരുന്ന പ്രോബ്ലമാ. ഈ 3.5 വർഷം കഴിയുമ്പോഴാണ് ഈ പുള്ളി ഒരു മീറ്റിങ്ങിൽ എന്നെ കാണാൻ വരിക. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ പറഞ്ഞു, ഞാൻ പൊന്നു മനുഷ്യൻ, നിങ്ങളുടെ പ്രായം കഴിഞ്ഞു പോയിട്ടില്ല, ഇനിയും നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. അപ്പൊ ചോദിക്കേ, 5 പൈസ ഇല്ലാതെ ഞാൻ എന്തോ ചെയ്യാനാ? അപ്പൊ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ബ്രദറെ, പ്രാർത്ഥിക്ക്. അത് പ്രാർത്ഥിക്കാൻ പറ്റണ്ടേ? അതെന്നാ ഭാഷ? ഒരു 10-20 കൊല്ലം കടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ 1 മിനിറ്റ് കൊണ്ട് പോയെന്നേ. ആ സങ്കടേ, പിള്ളേരുടെ മുന്നിലുള്ള അപമാനം, ഭാര്യയുടെ കുത്തുവാക്ക്, പാസ്റ്റർ പറ എങ്ങനെ പ്രാർത്ഥിക്കും? ശരിയല്ലേ? ഒന്ന് അനുഭവത്തിൽ നോക്കണം, അപ്പം അറിയാം. ചുരുക്കി ഞാൻ പറയാം. ഹല്ലേലൂയ.
ആ മനുഷ്യനെ ഒന്ന് പ്രാർത്ഥിപ്പിക്കാൻ വന്ന പാട് ഭയങ്കരമായിരുന്നു. ഞാൻ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കുന്നു എന്ന് പറയുന്ന ആ ചിന്ത നിങ്ങൾ ഇന്നൊന്ന് മാറ്റി ചിന്തിക്കണം. അപ്പൊ പുള്ളി പറഞ്ഞു, മാറ്റി ചിന്തിക്കാൻ വകുപ്പ് വേണ്ടേ? വകുപ്പ് വേണ്ടാടാവേ, മാറ്റി ചിന്തിക്കണം. അപ്പൊ എന്തോ ചിന്തിക്കണം? ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല. നീ ഇതുവരെ ചിന്തിച്ച് കരഞ്ഞ സബ്ജക്റ്റ് വിട്ടിട്ട് ചിന്തയൊന്ന് മാറ്റണം. ഓ, എല്ലാം നഷ്ടപ്പെട്ട ഒരു അമ്മായിയമ്മയുടെ കൂടെ ഒരു മരുമോള് ദുഃഖകഥയുമായിട്ട് ഒരു സ്ഥലത്ത് വന്നേച്ച് വഹിച്ചു, എന്നോട് ദയ തോന്നുന്നവന്റെ കളത്തിൽ ഞാനൊന്ന് ഇറങ്ങട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് ചിലരോട് ദൈവം പറയാ, ഇതുവരെ നീ ചിന്തിച്ച ചിന്ത ഇന്നൊന്ന് മാറ്റി ചിന്തിക്കണം. നിന്നെ ദുഃഖത്തിൽ ബന്ധിച്ചിട്ടേക്കുവാണെങ്കിൽ ആ